ഇന്നലെ രാത്രിയാണ് ഞാൻ പോയിട്ട് സർവ്വമായ സിനിമ കണ്ടത്. അത് വയനാട് ഒരു കല്യാണത്തിന് പോയി. കല്യാണം കഴിഞ്ഞിട്ട് രാത്രി ഒറ്റയ്ക്ക് കയറിയതാണ്. സാധാരണ ഞാൻ രാത്രി 10 മണിക്കുള്ള ഷോയിനെല്ലാം കയറി കഴിഞ്ഞാൽ അധികം പടത്തിന് ഉറങ്ങലാണ് കേട്ടോ. പക്ഷേങ്കിൽ ഈ പടത്തിന് ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താണെന്നറിയോ? സിനിമ അടിപൊളിയായതുകൊണ്ട് എന്നല്ല. അതായത് ആ സിനിമയുണ്ടല്ലോ ഒറ്റയ്ക്ക് പോയിട്ട് കാണുന്ന നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കാണുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ സർവ്വമായ നിങ്ങളെ എവിടെയെങ്കിലെല്ലാം കൊണ്ടുപോയി എത്തിക്കും കേട്ടോ. വെറുതെ പറയുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, എങ്ങനെ പറയണ്ടേന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അധികം ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കാണുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കാണുന്ന ആൾക്കാരെന്താ, നമുക്ക് ഒരു കൂട്ടിനൊരാൾ, അല്ലെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെ അല്ല ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കും സിനിമ പോലും കാണാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരവസ്ഥ. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് കണക്റ്റ് ആവും. കണക്റ്റ് ആവുമെന്ന് മാത്രമല്ല, ആ നിവിൻ ലൈഫിൽ അതിലൊരു ഗോസ്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഒരാൾ നമുക്കൊരു ഗോസ്റ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അങ്ങനെ ലൈഫ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. പ്രേതത്തിൻ്റെ പേടിയുണ്ട് എന്നുള്ളതൊക്കെ മാറിയിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു ലൈഫ് ഉണ്ടോ, അല്ല അങ്ങനെ ഒരു ലൈഫ് വേണോ, അങ്ങനെ ഒരു ലൈഫ് ഉണ്ടായ മനസ്സമാധാനമായിരിക്കും, അങ്ങനെ ഒരു ലൈഫെങ്കിലും മതി എന്നല്ല, അങ്ങനെ ഒരു ലൈഫാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇതിപ്പോൾ പറയുന്നത് നിങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് എടുക്കുന്ന ഒരു ടീം ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചാൽ അവരെന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എന്താണെന്ന് പറയുന്നതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് അവർക്ക് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് എങ്ങനെയാണെന്നൊക്കെ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതല്ലാത്തൊരു സെറ്റ് ടീംസ് ഉണ്ട് എൻ്റെ നെഗറ്റീവ് പറയേണ്ടിയിട്ടായിട്ട് നിൽക്കുന്നത്. അവർ ഞാൻ പറയുന്നതിൻ്റെ എല്ലാം ഉൾട്ടയാണ് കാണുന്നത്. അതെനിക്ക് വിഷയമല്ല. അപ്പോൾ ഞാൻ ഈ സിനിമ അല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോമഡി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും തൊടാൻ പേടിക്കുന്നതാണല്ലേ. ആരൊക്കെ കോമഡി തൊട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കോമഡി എന്ന് പറയുന്നൊരു എല്ലാവരും ഡാർക്ക് മൂഡാണ് എടുക്കുന്നത്. കാരണം കോമഡി എടുത്തു കഴിഞ്ഞിട്ടാകുമ്പം അവർക്കൊരു എന്താ പറയുക, ഒരു കോമഡി മലയാളത്തിൽ ഒരു കോമഡി എടുത്തിട്ട് വിജയിപ്പിക്കാനുള്ളൊരു ശരിക്കും പറഞ്ഞ ഒരു ആക്ടർ ഇപ്പം ഇല്ല. പേടിച്ചിട്ട് എടുക്കുന്ന മീൻസ് അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു മുഴുന്നുള്ള കോമഡി ആയിട്ട് എടുക്കുക. അത് ആ ഒരു സാധനം നിവിൻ ഇത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. കാരണം നിവിൻ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അറിയാം, നിവിൻ ഒരു തിരിച്ചു വരവ്, നിവിൻ ആ ഒരു സാധനം നിവിൻ പറ്റുള്ളൂ എന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. പിന്നെ നിവിൻ അജു വർഗീസ് എപ്പോഴുള്ള ക്ലീഷേ കോമഡി കാര്യങ്ങളല്ലാണ്ട് അവരെ കോംബോ ആണെങ്കിലും വേറെ തന്നെ ഒരു തരത്തിലുള്ള ഒരു ഫ്രഷ്നെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങ് ആ ഒരു ഓളത്തിന് അങ്ങനെ അങ്ങ് സിനിമ ഇരുന്നു. പിന്നെ അതിലെ നായിക, അതായത് ഗോസ്റ്റ് ആയിട്ട് വരുന്ന, അയ്യോ എന്താ പറയണ്ടേ, എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി അവരെ ആ ഹെയർ സ്റ്റൈല്, അവൾ അഭിനയിക്കുന്ന കാര്യങ്ങൾ, എന്താ പറയുക, ഒരു നല്ലൊരു ക്യൂട്ട്നെസ്, എന്താ പറയുക, ഒരു പ്രേതമായിട്ട് ഒരു സപ്പോർട്ടീവായിട്ട് ചില മാനറിസങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഇഷ്ടമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ രണ്ടാൾ ഈക്വൽ, നിവിൻ അവർ ആ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക്. ഓവറോൾ സിനിമ കാണാത്തവരാണെങ്കിൽ, ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ്, ഞാൻ അങ്ങനെ പറയാം, ഫാമിലി ആയിട്ട് പോയിട്ട് കാണണമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കാണുന്നവരാണെങ്കിൽ എന്ത് പറഞ്ഞാലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സിനിമയാണ്. അങ്ങനെ ഒരു ലൈഫ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുക. ആ ഫസ്റ്റ് ഹാഫൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് കിട്ടിയാൽ മതിയെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു വരുന്നുണ്ട് കേട്ടോ.